ഹലോ ഗായ്സ്, ആർട്ടിസ്റ്റ് യൂണിയൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു പോർട്രേറ്റിന് ആവശ്യമായ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇറേസറുകളെ പറ്റിയാണ്. ഒരു പോർട്രേറ്റ് ഹൈപ്പർ റിയലിസ്റ്റിക് ആവുന്നത് അതിലെ ഡീറ്റെയിലിംഗ് കൊണ്ടാണ്. ആ ഡീറ്റെയിലിംഗിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് നമ്മുടെ ഇറേസറുകളാണ്. അപ്പോൾ ആ ഇറേസറുകൾ ഏതൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അതിൽ ഒന്നാമത്തത് ഇലക്ട്രിക്കൽ ഇറേസർ, രണ്ടാമത്തത് മോണോസീറോ ഇറേസർ, മൂന്നാമത്തത് നീഡബിൾ ഇറേസർ, നാലാമത്തത് ഇറേസർ പെൻസിൽ, അഞ്ചാമത്തത് നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന സാധാ ഇറേസർ. നമുക്ക് സാധാ ഇറേസറിൽ നിന്ന് തന്നെ തുടങ്ങാം. ഒരു പോർട്രേറ്റിൽ നമുക്ക് ആവശ്യമില്ലാത്ത ലാർജ് ഏരിയാസ് ഇറേസ് ചെയ്ത് കളയാനാണ് നമ്മൾ ഈ സാധാ ഇറേസർ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഇറേസർ പെൻസിലാണ്. കാണാൻ പെൻസിൽ പോലെ ഇരിക്കുമെങ്കിലും ഇത് പെൻസിലല്ല, ഇതിൻ്റെ ലെഡ് വന്നിട്ട് ഇറേസറാണ്. പെൻസിൽ പോലെ തന്നെ നമുക്ക് ഷാർപ്പൻ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മളൊരു പോർട്രേറ്റിൽ ബേസിക് ആയിട്ടുള്ള ഹൈലൈറ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഇറേസർ പെൻസിൽ മതിയാവും ഇറേസ് ചെയ്യാനായിട്ട്. അടുത്തത് നീഡബിൾ ഇറേസർ. നമ്മൾ ക്ലേ പോലെ ഉരുട്ടാനും പരത്താനും നീട്ടാനും ഒക്കെ പറ്റുന്ന ഇറേസറാണ് നീഡബിൾ ഇറേസർ. നമ്മൾ ഒരു ഏരിയ നല്ല ഒരു ഡാർക്കനായിട്ട് ഷെയ്ഡ് ചെയ്ത് പോയി നമുക്കത് അത്രയും ഡാർക്ക്നെസ് വേണ്ട, കുറച്ച് ലൈറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ഇഷ്ടാനുസരണം ഷേപ്പിലോട്ട് മാറ്റിയതിന് ശേഷം ആ ഏരിയയിലോട്ടൊന്ന് പുഷ് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ലൈറ്റ് ഷെയ്ഡിലോട്ട് മാറും. നമുക്ക് എത്രത്തോളം ലൈറ്റ് ഷെയ്ഡ് കിട്ടണോ അത്രയും തവണ ഇത് ചെയ്യാവുന്നതാണ്. ഇനിയാണ് രാവണൻ്റെ വരവ്. അതായത് നമ്മുടെ കഥയിലെ മെയിൻ കഥാപാത്രം മോണോസീറോ ഇറേസർ. ഒരു ഡ്രോയിങ്ങിനെ 70% ഹൈപ്പർ റിയലിസ്റ്റിക് ആക്കുന്നതിൽ പ്രധാന പങ്ക് ഇവനാണ്. സ്കിൻ ടെക്സ്ചർ, മുടി, താടി, മീശ, പുരുകം ഇതൊക്കെയാണ് ഇവൻ്റെ മെയിൻ ഐറ്റം. ഇവനുള്ള റീഫിലും നമുക്ക് സെപ്പറേറ്റ് വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇനി അവസാനത്തതാണ് ഇലക്ട്രിക്കൽ ഇറേസർ. മോണോസീറോ ഇറേസറിൻ്റെ അതേ യൂസേജുള്ള ഒരു ഇറേസറാണ് ഇലക്ട്രിക്കൽ ഇറേസറും. പിന്നെ എന്തിനാണ് ഈ ഇലക്ട്രിക്കൽ ഇറേസർ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ, നല്ല രീതിയിൽ ഡാർക്കൻ ചെയ്ത ഒരു ഏരിയയിൽ ജസ്റ്റ് ഒരു സ്പോട്ട് മാത്രമോ അല്ലെങ്കിൽ തിൻ ലൈനായിട്ടോ ഇൻസ്റ്റൻ്റായിട്ട് ഹൈലൈറ്റ് ചെയ്യിക്കാനാണ് നമ്മൾ ഈ ഇലക്ട്രിക്കൽ ഇറേസർ യൂസ് ചെയ്യുന്നത്. ഇത് ബാറ്ററിയിലാണ് പ്രവർത്തിക്കുന്നത്. ഇതിന് റീഫിലും ഇതിൻ്റെ കൂടെ തന്നെ കിട്ടും. 2 ഡിഫറെൻറ്റ് സൈസിലാണ് അത് കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഡ്രോയിങ്ങിന് ആവശ്യമായ 5 ടൈപ്പ് ഇറേസർ. ഇപ്പോൾ ഈ ഇറേസറൊക്കെ ഒരു പിക്ചറിൽ എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ വീണ്ടും ചെയ്യുന്നതായിരിക്കും. അതൊക്കെ കാണാനായിട്ട് ആർട്ടിസ്റ്റ് യൂണിയൻ എന്ന ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.